അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും മൈബൺസ് കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ പുതിയ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിതൊന്നൊരു ഡിന്നറായിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റായി സെർവ് ചെയ്യാം. ബട്ടൂരയും ചിക്കൻ ഗ്രേവിയുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബട്ടൂരയുടെ കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വൈറ്റ് കടല വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. ചോളെ ബട്ടൂര എന്ന് പറയുന്നതാണ് ശരിക്കുള്ള കോമ്പിനേഷൻ. പക്ഷേ ഞാനിന്ന് ബട്ടൂരക്ക് ചിക്കൻ വെച്ചുകൊണ്ടാണ് ഒരു കറി ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു കറിയുടെ പേര് എന്ന് പറയുന്നത് ചിക്കൻ അങ്കാര എന്നാണ്. ഒരു പഞ്ചാബി കസീനാണ്. പക്ഷേ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റിയാണ്. നല്ലൊരു സ്മോക്കി എഫക്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ അങ്കാര നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം രണ്ടും ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനിപ്പം ബട്ടൂരക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ബട്ടൂര നമ്മൾ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മുമ്പേ തന്നെ ഇത് കുഴച്ച് വെക്കണം. രാത്രിക്കേക്കാണ് നമുക്കിത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയോട് കൂടി തന്നെ മാവ് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ബട്ടൂര എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല. കുറച്ചൊന്ന് കുഴച്ചിട്ട് അതൊന്ന് പൊങ്ങാനായി വെച്ച ശേഷം മാത്രമേ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉച്ചക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. മാവ് കുഴച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ റവ, നമ്മുടെ തരി, പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ്സോളം തൈര് ഞാൻ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്നങ്ങ് തിരുമ്മിയെടുക്കണം. അപ്പം ഇത് നമ്മൾ വെള്ളത്തിലല്ല കുഴച്ചെടുക്കുന്നത്, പാലിലാണ് കുഴച്ചെടുക്കാറ്. അപ്പോൾ നമുക്ക് മൈദ എത്രത്തോളം നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം അതിന് കണക്കായിട്ട് വേണം പാലെടുക്കാൻ. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. പാല് ചൂടാക്കണം എന്നൊന്നുമില്ല, സാധാ പാല് തന്നെ എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ചോളെ ബട്ടൂര റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു കളറിലാണ് ഉണ്ടാക്കിയത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അന്ന് ഞാൻ ഉണ്ടാക്കിയ ബട്ടൂരക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അങ്ങനെ മുട്ട ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മാവൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് തടവി കൊടുക്കാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് അടച്ച് വെക്കാം. അപ്പം ആ പാത്രം കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഈ സമയം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മസാല കൂട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4-5 വറ്റൽമുളക്, ഇത്രയുമാണ് ഞാൻ എടുത്തത്. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് തീ ഓണാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ല് വരും. ആ മല്ലിയൊക്കെ വറുത്തെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയ ശേഷം ഇത് മിക്സി ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനിപ്പം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തത്. അല്ലാതെ നമുക്ക് തനിയായിട്ടുള്ള പീസ് എടുത്താലും മതി കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പം വറുത്തിട്ട് പൊടിച്ചെടുത്തതുണ്ടല്ലോ, അതും അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനിപ്പം ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചെടുത്തത്. അതുകൊണ്ട് മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം നമ്മളടുത്ത് ഹോൾ മല്ലി, അതായത് ആ മല്ലി സീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. വറുത്തെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അങ്ങനെ ഇപ്പോൾ എല്ലാം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ റെഡ് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുക്കാം.
ഇതിപ്പം ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ ചിക്കനിൽ, അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഇപ്പം ഞാൻ മാവ് കുഴച്ചിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ നന്നായിട്ട് പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് ഒരുപാട് ടൈറ്റാക്കിയിട്ട് കുഴക്കരുത്. ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഉരുട്ടി അങ്ങ് കുഴച്ചെടുത്തിട്ട് ഒന്നുകൂടെ അവിടെ മാറ്റി വെക്കാം. ഒരു 10-20 മിനിറ്റ് കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് പൊങ്ങി വരും. ഈ സമയത്തേക്കും നമുക്ക് കറിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ഈ ഒരു ചിക്കൻ കറിക്ക് തക്കാളി അരിഞ്ഞിട്ടല്ല നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, ഒന്നങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് 2 ഉള്ളിയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം, അതല്ലെങ്കിൽ നിർമ്മയായിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ബദാം പേസ്റ്റ് വേണം. അപ്പം ഞാനിപ്പോൾ ഒരു 10-20 ബദാം എടുത്തിട്ട് കുറച്ച് ചൂടായ വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറിയൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ചൂടൊക്കെ ആറിയിട്ട് ആ തൊലി നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ അതവിടെ ചൂടിൽ അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചൂടായി വരുമ്പം സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്നങ്ങ് വഴന്നിട്ട് ചെറുതായിട്ട് കളറൊന്ന് മാറി വരണം. ഒരു പിങ്ക് കളറായി വരുന്ന സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് നമ്മൾ എന്തായാലും ഇങ്ങനെ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു സവാളക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ഇപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കളറായിട്ടൊന്ന് മാറിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ തക്കാളിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചത്. എന്നാലും ആ തക്കാളിയിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് വറ്റി വരണം. ഒന്ന് വറ്റി കുറുകി വരുന്ന സമയം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ തക്കാളി വെള്ളം വറ്റി വന്നിട്ട് എണ്ണ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന സമയം വരെയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഫ്ലെയിം എന്തായാലും കുറക്കണ്ട. ഇടക്കിടക്ക് വെച്ചിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നോളും. അപ്പോൾ തക്കാളി അവിടെ അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി വരട്ടെ. ഈ സമയം കണ്ടോ നമ്മുടെ ബട്ടൂര വീണ്ടും ഒന്നങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം ഇങ്ങനെ ബട്ടൂര വെച്ച് കഴിഞ്ഞാൽ പൊങ്ങലങ്ങ് നിന്ന് പോകും, പിന്നെ ഏറൊക്കെ അങ്ങ് പോയി പോകും. അപ്പോൾ പിന്നെ പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് ബട്ടൂരയും പൊരിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയിലുള്ള ഈർപ്പമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്നങ്ങ് വഴറ്റി മിക്സാക്കി എടുക്കണം. എല്ലാം കൂടെ ചിക്കനിലേക്ക് ഒന്നങ്ങ് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചുട്ടെടുത്ത ചിക്കൻ്റെ ആ ഒരു മണം ഉണ്ടാവും. ആ ഒരു സ്മോക്കി ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തീയിലൊന്ന് വെച്ചിട്ട് ചുട്ടെടുത്തിട്ട് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ വേവിച്ചെടുത്ത ചിക്കന് ലാസ്റ്റ് ചാർക്കോളിട്ട് സ്മോക്കി ഫീൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം ഇട്ടിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പം പച്ചയായിട്ടാണല്ലോ നമ്മൾ ഇട്ടത്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്ത് വരാൻ, ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ജൂലിയൻ എന്നാണ് അതിനെ പറയാൻ, നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിന്. അപ്പം ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പം കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ബദാമിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 20ഓളം ബദാം നന്നായിട്ട് ചൂടായ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് കുറച്ചൊന്ന് ചൂടാറി വരുമ്പോഴേക്കും തൊലി പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ടൊരു മിക്സിയിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് അരിച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. അതും കൂടെ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ ചിക്കൻ, അതിനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം അങ്ങനെ അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോഴേക്കും ബദാം എല്ലാത്തിലും ഒന്നങ്ങ് പിടിച്ച് കിട്ടുകയും ചെയ്യും, ചിക്കൻ നന്നായിട്ട് കുക്കായി വരികയും ചെയ്യും, പിന്നെ ഗ്രേവി ഒന്നങ്ങ് ടൈറ്റായിട്ട് ഒന്നങ്ങ് കുറുകി വരികയും ചെയ്യും. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഗ്രേവി ഇതേപോലെ മതി എന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് മല്ലിയിലൊക്കെ വിതറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, ബദാമിൻ്റെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം എന്നുള്ളവർക്ക് ഇത് വെച്ചിട്ട് ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഗ്രേവി ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ഒരു 5-8 മിനിറ്റോളം നമുക്കിതൊന്നങ്ങ് തിളപ്പിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ കുക്കായി വരുന്ന സമയത്തേക്കും നമുക്കൊരു ചാർക്കോൾ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഓഫാക്കിയോ? ചാർക്കോൾ എല്ലാ ഭാഗവും നന്നായിട്ട് കനലാക്കി എടുത്തിട്ട് നമുക്കതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആ കറിയിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കാം. കറി ഇപ്പം നന്നായി തിളച്ച് വന്നപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചൂടായി കിടക്കുന്ന ചാർക്കോളിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് അടച്ചു വെക്കാം. അപ്പം ഈ ആവി ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു സ്മോക്കി ഫീൽ കിട്ടും, നല്ല പുകയുടെ ആ ഒരു മണവും സ്മെല്ലും കിട്ടും. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ അടച്ചു വെക്കാം. എന്നിട്ട് അത് തുറന്നിട്ട് നമുക്ക് ആ ഒരു ചാർക്കോളിൻ്റെ പാത്രം അങ്ങെടുത്ത് മാറ്റി വെക്കാം. ഇനി കറി ഒന്ന് നന്നായി മിക്സാക്കിയ ശേഷം അടച്ചു വെക്കാം. നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബട്ടൂര പൊരിച്ചെടുക്കാം. അപ്പം ഇപ്പം കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും. ഇനിയും കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒക്കെ പോയി പോകും. അപ്പോൾ നമുക്ക് ആ ഒരു പൊങ്ങൽ കിട്ടാണ്ട് ആ ഒരു ഫ്ലഫിനെസ് കിട്ടൂല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിനി പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് അങ്ങ് പൊടി വിതറി കൊടുത്തിട്ട് ഇത് മൊത്തത്തിലൊന്നങ്ങ് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കണം. പൂരിയുടെ ആ ഒരു തിക്നെസ് അല്ല, അതിലും കുറച്ചും കൂടെ തടി വേണം നമ്മുടെ ബട്ടൂര. പൂരി പോലെ നേരിയതായി പോകരുത്. അപ്പം ബട്ടൂര പിന്നെ തിന്നാൻ രസം ഉണ്ടാവില്ല. ബട്ടൂര എന്തായാലും കുറച്ച് തടിയോടുകൂടി തന്നെയാണ് പൊരിച്ചെടുക്കുക. പക്ഷെ ഉള്ളു നല്ല പൊങ്ങ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും തടിയിൽ തന്നെ അങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. പൂരി പോലെ റൗണ്ടായിട്ട് പരത്തിയെടുക്കാം, അതല്ലെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് 4ആയിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിലിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മുഴുവൻ മാവും ഞാനിപ്പം പരത്തിയെടുത്തത് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്ന ആ എക്സ്ട്രാ പാർട്ട് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് വേറെ തന്നെ നമുക്കൊന്നുകൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്തേക്കും അത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. വീണ്ടും അത് പരത്തിയെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഒരു കടായി നന്നായി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ ബട്ടൂര ഇട്ടിട്ട് പൊരിച്ചെടുക്കാവൂ. അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം. എന്നിട്ട് ബട്ടൂര ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ ചീനച്ചട്ടിയൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 3-4 ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസ് ബട്ടൂരയല്ലേ, അപ്പോൾ അതിന് കണക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് അങ്ങ് പൊങ്ങി വരും. പൂരി പോലെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇത് കണ്ടോ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓയിലിലേക്ക് ഇടുമ്പം ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് മീഡിയം ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് പൊരിക്കുന്നതെങ്കിൽ പുറം ഭാഗം മാത്രമേ ഇങ്ങനെ കളർ ഉണ്ടാവുള്ളൂ, ഉൾഭാഗത്ത് അങ്ങനെ പച്ച പോലെ തന്നെ വെന്ത് കിട്ടൂല. അപ്പം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ബട്ടൂര എല്ലാം ഇപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മോക്കി ഫ്ലേവേർഡ് ചിക്കൻ അങ്കാര വിത്ത് ബട്ടൂര റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ചൂടാറിയാലും ഈ ഒരു ബട്ടൂര തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ട്, പെട്ടെന്ന് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കറിയും അടിപൊളിയാണ്.
നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ ഒരു ചിക്കൻ അങ്കാര എന്ന് പറയുന്നത് ഗീ റൈസിൻ്റെ കൂടെ അല്ലാതെ വാട്ടിപ്പത്തലിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ. അപ്പം പുതിയ പുതിയ റെസിപ്പീസുമായി ഇനി അങ്ങോട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൻസ് കിച്ചൺ. താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്. അപ്പം ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണേ.